നമസ്കാരം. തില്ലങ്കേരി സ്വദേശിനി കീർത്തനയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ആൺ സുഹൃത്ത് ആദിദേവിനെയും പിതാവും പോലീസുകാരനുമായ KP അനീഷിനെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുൻപ് പെൺകുട്ടി ഫാനിൽ കയർ കുരുക്കിയ ചിത്രം അയച്ചു നൽകി മുന്നറിയിപ്പ് നൽകിയിട്ടും കൈമലർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെയും മകന്റെയും വഞ്ചനയാണ് മകളുടെ ജീവനെടുത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. +1 മുതൽ പ്രണയത്തിലായിരുന്ന ആദിദേവ് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായതാണ് കീർത്തനയെ മാനസികമായി തകർത്തത്. മുൻപ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ കൗൺസിലിംഗിലൂടെയാണ് കുടുംബം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തുടർന്ന് മംഗളൂരുവിൽ പഠനം തുടരവേ ആദിദേവ് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നീട് പൂർണ്ണമായി ബന്ധം ഉപേക്ഷിക്കുകയുമായിരുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് കാണിച്ച് കീർത്തന ആദിദേവിന്റെ അച്ഛനായ KP അനീഷിന് വാട്സപ്പിൽ ശബ്ദ സന്ദേശവും ചിത്രങ്ങളും അയച്ചിരുന്നു. എന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കിയതുപോലെയാണിത്, എനിക്ക് ആദിയില്ലാതെ ജീവിക്കാനാവില്ല എന്നായിരുന്നു സന്ദേശം. ഏപ്രിൽ 17 അയച്ച സന്ദേശത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി ചികിത്സയിലിരിക്കെ ഏപ്രിൽ 30 മരിച്ചത്. ഇത്രയും ഗുരുതരമായ സന്ദേശം ലഭിച്ചിട്ടും പോലീസുകാരൻ വീട്ടുകാരെ വിവരമറിയിക്കാൻ തയ്യാറായില്ല. പെൺകുട്ടി മരിച്ച മാസങ്ങൾ കഴിഞ്ഞാണ് ആദിദേവിനെ പോലീസ് പ്രതി ചേർത്തതുപോലും. പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്ന പേരാവൂർ DYSPയുടെ നിലപാടിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥനെയും മകനെയും സംരക്ഷിക്കാൻ പോലീസ് നടത്തുന്ന നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിനും ജനപ്രതിനിധികൾക്കും കടുത്ത അപമാനമായി മാറിയിട്ടുണ്ട്. പ്രണയം നടിച്ച് വഞ്ചിക്കുകയും ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇടയാക്കുകയും ചെയ്ത അച്ഛനെയും മകനെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ആവശ്യം. തില്ലങ്കേരി സ്വദേശി കീർത്തന ജീവനൊടുക്കിയതിനാലാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തുന്നത്. +1 കാലം മുതൽ കീർത്തനയുമായി അടുപ്പത്തിലായിരുന്ന മട്ടന്നൂർ സ്വദേശി ആദിദേവിനും കുടുംബത്തിനുമെതിരെയാണ് പരാതി. ഇരുവരുടെയും ബന്ധം വഷളാകുന്നതിനിടെ 2 തവണ കീർത്തന ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആദിദേവ് ബന്ധം ഒഴിവാക്കിയതോടെയായിരുന്നു ആത്മഹത്യാ ശ്രമമെന്ന് കുടുംബം പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം കീർത്തന ആദിദേവിന്റെ പിതാവ് അനീഷിനെ അറിയിച്ചിരുന്നു. വിവരങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ അനീഷ് മറച്ചുവെച്ചുവെന്നും കീർത്തനയുടെ കുടുംബം ആരോപിച്ചു. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി കോഴ്സ് ചെയ്യുന്നതിനിടെ ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിന്റെ ചിത്രങ്ങളും മരിക്കാൻ പോവുകയാണെന്ന് പറയുന്ന നിരവധി ശബ്ദ സന്ദേശങ്ങളും കീർത്തന ആദിദേവിന്റെ പിതാവിന് അയച്ചു നൽകിയിരുന്നു. ഇതുൾപ്പെടെ കുടുംബം പുറത്തുവിട്ടു. ആദിദേവ് അവഗണിക്കുന്നു എന്നും മാനസിക വിഷമം താങ്ങാനാകുന്നില്ല എന്നും സന്ദേശങ്ങളിൽ കീർത്തന ആവർത്തിച്ചു പറയുന്നുണ്ട്. നിയമപാലകനായിട്ടും ഈ വിവരങ്ങളൊന്നും അനീഷ് പുറത്തു പറഞ്ഞില്ല. ഏപ്രിൽ 19 മകൾ ആത്മഹത്യ ചെയ്തിട്ടും ജൂലൈ 13 മാത്രമാണ് ആദിദേവിനെ പ്രതി ചേർത്തതെന്നും അമ്മ ലീന പറഞ്ഞു. മകളുടെ ഒരു ബാഗ് ഇതുവരെയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ലീന ആരോപിച്ചു. പോലീസ് സംഘടനയിൽ സ്വാധീനമുള്ള ആളാണ് അനീഷെന്നും അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് പരാതി നൽകുമെന്നും കീർത്തനയുടെ അച്ഛൻ ജഷികുമാർ പറയുന്നു.